ജോസഫ് മാർട്ടിയെ പോലുള്ള എഴുത്തുകാരൊക്കെ പറഞ്ഞിട്ടുള്ള മനസ്സിന്റെ തീരുമാനങ്ങളും ലക്ഷ്യത്തിലേക്കുള്ള വഴികളെ കുറിച്ചുമാണ് പറയുന്നത്. ഗോവിന്ദചാമി എന്ന ഒറ്റക്കയ്യൻ ഈ ക്രൂരകൃത്യങ്ങളൊക്കെ നടത്തി ജയിലിൽ പോയ ഒരാളാണ്. സമൂഹത്തിൽ വെറുക്കപ്പെട്ടവനാണ്, നമ്മുടെ നിയമത്തിന് മുന്നിൽ കുറ്റവാളിയാണ്. എല്ലാം ശരിയാണ്, നമുക്കതെല്ലാം മാറ്റി നിർത്താം. ഞാൻ ഈ വിഷയത്തിൽ ചിന്തിക്കുന്നത്, മാനസികമായി നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് പിറകെ പ്രകൃതിയും അതേപോലെ അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഒത്തുതരും എന്നാണ് കൊയ്ലോ തൻ്റെ പ്രശസ്തമായ ദ ആൽക്കെമിസ്റ്റ് എന്ന നോവലിൽ പറഞ്ഞിട്ടുള്ളത്. അത് ശരിവെക്കുന്ന ഒരു ഉദ്യമം തന്നെയാണ് ഈ ഒറ്റക്കയ്യനായിട്ടുള്ള ഗോവിന്ദചാമി ചെയ്തിട്ടുള്ളത്. വളരെ കടുത്ത പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുണ്ട്. ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി എത്രത്തോളം വിജയിച്ചു, എവിടെയൊക്കെ പരാജയപ്പെട്ടു, അവിടെ ആരൊക്കെ സഹായിച്ചു എന്നൊക്കെ മാറ്റി നിർത്തിയാണ് മാനസികമായി അയാൾ എന്താണോ തീരുമാനിച്ചത് അവിടെ എത്തിച്ചേരാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് അയാളുടെ മാനസികമായ തീരുമാനമായിരുന്നു. ഈ ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങളും സ്വന്തമായി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മറ്റൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തെ മാത്രം മുന്നിൽ കണ്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലക്ഷ്യത്തിലെത്തിയും. അത് ഇത്തരം അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലാവും. ആ ഒരു മാനസികമായ തീരുമാനവും അതിലേക്കുള്ള ആത്മാർത്ഥമായ പ്രവർത്തനവുമാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഏക വഴി എന്ന് തിരിച്ചറിയുക. മറ്റതെല്ലാം മറന്നേക്കുക. ഗോവിന്ദചാമി സമൂഹത്തിനും നിയമത്തിനും നമുക്കും അപകടകാരിയാണ്. ഒരിക്കലും അദ്ദേഹം പുറത്തു വരാതിരിക്കട്ടെ. നമുക്ക് പുതിയൊരു വിഷയവുമായി വീണ്ടും കണ്ടുപിടിക്കുക. ബൈ.